നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ സർവനാശം വരാൻ പോകുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാർ കരാർ അവസാനിക്കാൻ പോകുന്ന സാഹചര്യം, അതിന് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് പശ്മേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ഇനി അടുത്ത ശക്തമായിട്ടുള്ള യുദ്ധ പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രകാരം അതിനുള്ള സാധ്യതകളാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ വച്ച് ഇറാന്റെ ചരക്ക് കപ്പലായിട്ടുള്ള തൗസ്ക അമേരിക്കൻ നാവികസേന ആക്രമിച്ചു കീഴ്പ്പെടുത്തിയതായിട്ടാണ് ഏറ്റവും അടുത്ത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് യുദ്ധം കനക്കുക തന്നെ ചെയ്യും എന്നുള്ള വിലയിരുത്തലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ള സമാധാനം അത് താൽക്കാലികം മാത്രമാണ് എന്ന് പറയേണ്ടി വരും. യുദ്ധം കനക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു രാജ്യങ്ങളിലേക്കും ഇത്തരം ആശങ്കകൾ വരാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ഒട്ടും വഴങ്ങിക്കൊടുക്കാൻ താല്പര്യരല്ല എന്നുള്ള ഇറാന്റെ നിലപാട് പുറത്തു വന്നു കഴിഞ്ഞു. തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടെ ആയതോടുകൂടെ ഈ നിലപാട് ശക്തമാകുന്നുമുണ്ട്. കപ്പലിന്റെ എഞ്ചിൻ റൂമിന് നേരെ കപ്പൽ തകരാറിലാക്കിയ ശേഷം യുഎസിന്റെ സൈന്യം കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഈ നടപടി മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നും ഇതിന് ഉടൻ തിരിച്ചടി നൽകണമെന്നുമാണ് ഇറാൻ പ്രഖ്യാപനം. യുഎസ് ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ തടഞ്ഞതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. 6 മണിക്കൂറോളം കപ്പലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അത് അനുസരിക്കാത്തതിനാലാണ് വെടിയുയർത്തത് എന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. യുഎസ് നാവികസേനയുടെ ഡിസ്ട്രോയർ കപ്പലായിട്ടുള്ള യുഎസ് സ്പൗൻസ ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അമേരിക്കയുടേത് കടൽ കൊള്ളയാണ് എന്നും ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ സൈന്യവൃത്തങ്ങൾ അറിയിക്കുന്നു. സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയതായിട്ടും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ പശ്മേഷ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. ലോകത്തിന്റെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ പ്രധാന പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള കാരണവുമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനിടയിൽ സംഘർഷ രാഷ്ട്രീയത്തിന് വീണ്ടും പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇറാനിൽ നിന്ന് കടുത്ത സന്ദേശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ പരമാവധി ആവശ്യങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്ക തയ്യാറാകാത്ത സാഹചര്യത്തിൽ അമേരിക്കയുമായി പുതിയൊരു നേരിട്ടുള്ള ചർച്ച നടത്താൻ ഇറാൻ തയ്യാറല്ല എന്നാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖതീബ്സാദെ വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ സംഭാഷണത്തിന് വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല എന്നും സമ്മർദ്ദവും ഭീഷണിയും അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ ഇറാൻ അംഗീകരിക്കില്ല എന്നതുമാണ് ഇറാന്റെ നിലപാട്. അസോസിയേറ്റഡ് പ്രസ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഖതീബ്സാദെ ഈ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു. അമേരിക്കയുടെ ആവശ്യങ്ങൾ ഏകപക്ഷീയമാണ് എന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പ്രത്യേകിച്ച് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനോട് മുഴുവൻ വഴങ്ങൽ ആവശ്യപ്പെടുന്ന സമീപനം യാഥാർത്ഥ്യബോധമില്ലായ്മയാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ മുഖാമുഖ ചർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമില്ല എന്നത് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ തുടരുകയാണ് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണ് ഖതീബ്സാദെയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്നത് ശ്രദ്ധേയം. സംഘർഷാവസ്ഥകൾക്കിടയിലും നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാട് ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ചർച്ചകളെക്കുറിച്ചുള്ള അമേരിക്കയുടെ പ്രസ്താവനകൾ യാഥാർത്ഥ്യ വ്യവസ്ഥകളെ പ്രതിഫലിക്കുന്നതല്ല എന്നും വിശ്വാസം തകർത്ത സാഹചര്യത്തിൽ വാക്കുകൾക്ക് മാത്രം വിലയില്ല എന്നുമാണ് ഇറാന്റെ വാദം. ഇറാന്റെ പ്രധാനമായുമുള്ള ശക്തമായിട്ടുള്ള ആവർത്തിച്ച സന്ദേശം അവിടെ സമ്പുഷ്ടീകരിച്ചിരുന്ന യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറില്ല എന്നതിനെ കൂടെ വ്യക്തമാക്കുന്നതാണ്. സമ്പുഷ്ടമായിട്ടുള്ളൊരു വസ്തുക്കളും അമേരിക്കയിലേക്ക് അയക്കില്ല എന്നാണ് തങ്ങളുടെ നിലപാടെന്നാണ് ഖതീബ്സാദെ വ്യക്തമാക്കുന്നത്. ഈ വാക്കുകൾ വെറും നയതന്ത്ര പ്രതികരണം മാത്രമല്ല, അമേരിക്കയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നിനെ നേരിട്ട് തള്ളിക്കളയുന്ന പ്രഖ്യാപനം കൂടെയാണ് എന്നതാണ്
എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയഭാഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ സുരക്ഷാ ഭീഷണിയായി കാണുമ്പോൾ ഇറാൻ ഇത് തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും സാങ്കേതിക സ്വയം പര്യാപ്തതകൾക്കുമായിട്ട് വികസിപ്പിക്കുന്ന സമാധാനപരമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് വാദിക്കുന്നു. ഈ വിഷയങ്ങളിലാണ് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നതും. അതിനാൽ യുറേനിയം കൈമാറ്റം നിരസിച്ചതിലൂടെ ഇറാൻ തങ്ങളുടെ ചർച്ചാരേഖ വീണ്ടും വ്യക്തമാക്കി വരച്ചുകാട്ടുന്നു എന്നാണ് നിരീക്ഷണം. ഇത് ഒരു തുടക്കമല്ല. ഇത് ഖതിബ്സാദയുടെ പരാമർശവും അത്രമേൽ നിർണായകവുമായിട്ടുള്ളൊരു നിലപാടാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ചർച്ചയുടെ ആരംഭം പങ്കല്ല, മറിച്ച് അന്തിമ നിബന്ധനകളാണ് എന്ന പോലെയാണ് ഇറാന്റെ പരാതികൾ. ചർച്ച എന്നത് പരസ്പരം ഇളവുകളും വിശ്വാസ നിർമ്മാണവും അടിസ്ഥാനം ചെയ്തുകൊണ്ടുള്ള പ്രക്രിയ ആയിരിക്കണമെന്നും ഇറാൻ സൂചിപ്പിക്കുന്നു. എന്നാൽ ആദ്യം തന്നെ മുഴുവൻ വിട്ടുവീഴ്ചയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമീപനം അത് ഇറാൻ അംഗീകരിച്ചു നൽകാനാകില്ല, അമേരിക്കയോട് ഒട്ടും വഴങ്ങില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ ഇത്തരം നിബന്ധനകൾ അത് വലിയ ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത്. സംഭാഷണത്തിൽ, അതായത് ഇപ്പോൾ പുറത്തു വരുന്ന സംഭാഷണത്തിൽ ഇറാൻ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്കെതിരല്ല എങ്കിൽ പോലും അമേരിക്കയുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും അമേരിക്ക ആദ്യം തൻ്റെ സമീപനം മാറ്റണം എന്നുള്ളതാണ് ഇറാന്റെ സന്ദേശം എന്നത് ഇത്തരം സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നു. രാഷ്ട്രീയ കടുപ്പത്തിൽ പശ്ചാത്തലമായി നിൽക്കുന്നത് ഹോർമുസ് കടലിടുക്കിലെ വികസനം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമുദ്ര ഗതാഗത പാതകളിലൊന്നായിട്ടുള്ള ഹോർമുസ് വഴി ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ആഗോള വിപണികളെ പോലും വിറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് നീക്കവും ലോകം അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ദുർബലമായ വെടിനിർത്തലിനിടയിൽ അമേരിക്ക വിശ്വാസലംഘനം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആരോപിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിക്കുന്നു. അമേരിക്കൻ നീക്കങ്ങൾ സുരക്ഷാ തുലനം തകർക്കുന്നുവെന്നും അതിനാൽ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട സ്വീകരണ നടപടികൾ തങ്ങൾ സ്വീകരിക്കുന്നുവെന്നുമാണ് ഇറാൻ വിശദീകരിക്കുന്നത്. അമേരിക്കയുടെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ട്രംപ് ഭരണകൂടം ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച് ലോകത്തിലെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം, ആഗോള ഊർജ്ജ സുരക്ഷയും സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിബദ്ധനാണ് എന്നാണ് അമേരിക്ക പറയുന്നത്.